ജനപ്രതിനിധികൾക്കൊപ്പം രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം വലിയ സന്തോഷത്തോടു കൂടി രണ്ട് കന്യാസ്ത്രീകളും ഇതാ തിരികെ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകുന്നതിന്റെ സന്തോഷമുള്ള ഏറ്റവും സന്തോഷകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. രണ്ട് കന്യാസ്ത്രീകളും ഇതാ വാഹനത്തിൽ കയറി അവർ ഉടൻ തന്നെ അടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകും. അവിടെയാണ് ഉണ്ടാവുക. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ അവസാന നിമിഷത്തെ പീഡാനുഭവത്തിന്റെ 9 ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കന്യാസ്ത്രീകൾ തിരികെ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകുന്നതിന്റെ വളരെ സന്തോഷകരമായ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ തിരക്കുണ്ട് ഇവിടെ ഭരണഘടനയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ കാണാം. കന്യാസ്ത്രീകൾ ഇതാ വാഹനത്തിലേക്ക് കയറുകയാണ്. ഒപ്പം രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഒപ്പം നമ്മുടെ MLA മാരും MP മാരും ഉണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിനിടയിലൂടെ പ്രയാസപ്പെട്ട് അവർ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും 9 ദിവസത്തെ പീഡാനുഭവത്തിന് ശേഷം അവരിതാ പുറം വെളിച്ചം കണ്ടിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തോടു കൂടി നോക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കന്യാസ്ത്രീ മഠത്തിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഏറ്റവും സന്തോഷമുള്ള കാഴ്ച കാണുന്നു. കോൺവെന്റിലേക്ക് പോവുകയാണ്. ഇതാ വാഹനം പോകുന്നതിന്റെ ദൃശ്യം നമുക്ക് കാണാം. ഈ കാഴ്ചക്ക് വേണ്ടിയായിരുന്നു ഇത്രയും ദിവസം, ഈ കാഴ്ചക്ക് വേണ്ടി മാത്രമായിരുന്നു ഇത്രയും ദിവസം സഹോദരങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് സാധ്യമായിരിക്കുന്നു. നമുക്ക് നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് കൂടി കടക്കാം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേതാക്കളുടെ പ്രതികരണം. റോജി പുറത്തു വന്നിരിക്കുന്നു. വലിയ ആശ്വാസമാണ്. കാരണം എത്രയോ നാളുകളായി നമ്മൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവുമായിരുന്നു എല്ലാവരും. എന്തായാലും വളരെ സന്തോഷകരമായ കാര്യം, നമുക്ക് 9 ദിവസമായി അവർ അന്യായമായി ജയിലിൽ കിടക്കുകയാണ്. ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ എത്രയും വേഗം അവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. അത് ഇപ്പോൾ ആ സന്തോഷം കൂടി കാണാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനും കൂടി സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഓക്കെ. ഇതാ എനിക്കൊപ്പം ഉള്ളത് സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരനാണ് ബൈജു മാളിയേക്കൽ. പുറത്തിറങ്ങി കണ്ടു അല്ലേ? തീർച്ചയായിട്ടും സന്തോഷം. ഇത് മാത്രമല്ല, ഈ സന്തോഷം ചെറുതാണ്. ഈ കള്ളക്കേസൊക്കെ ഈ സർക്കാർ പിൻവലിക്കണം. പൂർണ്ണമായിട്ടും ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണം. കാരണം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാവപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും ശുശ്രൂഷിക്കുന്നവരാ. ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി അവർക്ക് ഇവിടെ തന്നെ തളച്ചിട്ടുണ്ട് വരും. അതുകൊണ്ട് ഈ കള്ളക്കേസ് കോടതി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ കള്ളക്കേസ്. അതുകൊണ്ട് കേസ് ഫുള്ളായിട്ട് റദ്ദാക്കണം. ശരി, അതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളിവിടെ ഉണ്ട്. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടി സഹോദരങ്ങളും മറ്റുമെല്ലാം ഇവിടെ നിന്ന് തിരികെ പോകുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാം. ഇതാ മദർ സുപ്പിയറിന്റെ കൂടെ കാറിൽ സമീപത്തെ കോൺവെന്റിലേക്കാണ് പോയത്. അവിടെ ഒരു പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അവിടെ പ്രതികരണം കൂടി എടുക്കാം. എന്തായാലും ഏറ്റവും സന്തോഷകരമായ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ പ്രതികരണം കൂടി നമുക്ക് തേടാമെന്ന് തോന്നുന്നു. ഒരു നിമിഷം. ഇതാ ജോസഫ് മാത്യു ഒരു മിനിറ്റ്. വന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ഇതാ മാതൃഭൂമി ന്യൂസിനൊപ്പം പുറത്തിറങ്ങി കണ്ടു അല്ലേ? കണ്ടു. സന്തോഷം. പോവാണല്ലേ കോൺവെന്റിലേക്കാ? അതെ, ഞാൻ നാട്ടിൽ പോകുന്നു, കണ്ണൂരേക്ക് പോകുന്നു. ആണല്ലേ? അതെ. ശരി. ഓക്കെ. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരനും സഹോദരിയും ഈ വാഹനത്തിലുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്തായാലും നമുക്കിനി കോൺവെന്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് തിരിക്കാം. ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനൂപ് പറഞ്ഞതുപോലെ തന്നെ വലിയ ആശ്വാസമാണ് രണ്ടുപേരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെ 9 നാളത്തെ ആ കഷ്ടതകളുടെ നിമിഷങ്ങൾക്ക് ഇന്ന് വിരാമമാവുകയാണ്. രണ്ടുപേരും ഇന്ന് NIA കോടതിയുടെ ഉത്തരവ് പ്രകാരം പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് നമ്മൾ കണ്ടത്, കഴിഞ്ഞു പോയത്. ഇനി അല്പസമയത്തിനകം അവർ കോൺവെന്റിലേക്ക് പോവുകയാണ്. ഇത്രയും 9 നാൾ അനുഭവിച്ച ദുരിതങ്ങൾ അത് ഇറക്കി വെക്കേണ്ടതുണ്ട്. കോൺവെന്റിൽ അവർ ഇനി പ്രാർത്ഥനയുടെയൊക്കെ തന്നെ ദിവസങ്ങളിലേക്ക് പഴയതുപോലെ തന്നെ കടക്കാൻ പോവുകയാണ്. എല്ലാ ദുർനിമിത്തങ്ങളും അങ്ങനെ വഴിമാറുന്നു. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഉത്തരവ് NIA കോടതിയിൽ നിന്നും ബിലാസ്പൂരിൽ നിന്നും വരുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ദുർഗിലെ ജയിലിലേക്ക് ആ ഉത്തരവ് നിയമ നടപടി പ്രകാരം എത്തുകയും അധിക സമയം എടുത്തില്ല. ഉടനടി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയായിരുന്നു. ജനപ്രതിനിധികൾ നിരവധി പേരുണ്ട്. രാജ്യസഭ MP മാരുണ്ട്, ലോക്സഭ MP മാർ
ഉൾപ്പെടെയുള്ളവരുണ്ട്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ കഴിയും. ഇവരുടെയൊക്കെ തന്നെ ഇടപെടലോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിമിഷങ്ങൾ സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഒക്കെ തന്നെ സംസ്ഥാനത്തെ പ്രോസിക്യൂഷൻ അയയുന്ന ഒരു സമീപനത്തിലേക്ക് ഈ ദിവസം നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെയാണ് കേരളത്തിലെ മനസാക്ഷി കാത്തിരുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ അങ്ങേയറ്റത്തെ ആത്മനിർവൃതിയുടെ ഒരു നിമിഷമാണ്. നിയമപരമായി നോക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഉളവാക്കിയ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കിടന്ന് ഉഴലുകയായിരുന്നു ഈ രണ്ട് കന്യാസ്ത്രീകൾ.